ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ്. നമ്മളിന്ന് വാഴയ്ക്ക് സാധനം കൊണ്ടുപോയി കൊടുക്കാൻ പോവാണ് ഗൈസ്. ഇതൊക്കെ കണ്ട പൂളേൻ്റെ തണ്ടല്ല വടി, പൂളേൻ്റെ വടി. ഇത് മറ്റേ വാഴത്തോട്ടത്തിലേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി തന്നു. എൻ്റെ കയ്യിൽ 3 എണ്ണം, അവൻ്റെ കയ്യിൽ 2 എണ്ണം. 2 എണ്ണത്തിന് 5 എണ്ണത്തിൻ്റെ വെയിറ്റ് ഉണ്ടാവും എന്തായാലും. അതൊക്കെ വലിയ മുട്ടിയാണ്. എൻ്റെ ചെറിയത് ഒരു 3 എണ്ണമാണ്. അങ്ങനെ വെയിലത്ത് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് സ്ക്യൂട്ടി എടുത്തിട്ട് വരിക. പിന്നെ ചോറ് കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് സ്ക്യൂട്ടി കൊണ്ട് ഒന്നുകൂടി പോവുക. എന്നിട്ട് അവിടെ നിന്ന് നേരെ വരിക. എന്നിട്ട് അവിടെ നിന്ന് മേലോട്ട് പോവുക. ഇതാണ് നമ്മൾ ഇന്നത്തെ പ്ലാന്. നാളെ എൻ്റെ വീട്ടിൽ പോകണം. അങ്ങനെയൊക്കെ ഓരോ ചടങ്ങുണ്ട്. അങ്ങോട്ട് ഇവിടെ പാമ്പടാ അത് കൊള്ളിയെടുത്ത് തോണ്ട്. നീ ഇത് പിടി, ഇത് തോണ്ടട്ടെ. ഇത് പിടി, ഇത് പിടി. അവിടെ കറുപ്പ് കളറ്. ഇത് ഞാൻ മാറട്ടെ. ആ അവിടെ തോണ്ട്. ആ ഭാഗത്ത് തോണ്ട്, ആ ഭാഗത്ത്. കറുപ്പാണ്, കാണൂലേ? അതൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷേ ഒരു കറുത്ത പാമ്പ്. എൻ്റെ വാലില്ലേ, വാല് തല പോലെ. തലയും വാല് ഏതാ തിരിയാത്ത വാലുണ്ട്, നല്ല തടി. ഞാൻ തല തിരിച്ച് ഇങ്ങനെ ബാക്കോട്ട് വലിഞ്ഞു പോയിരിക്കുന്നു. വാലും തടി, തലയും തടി. അത് പാമ്പാ, ഫുള്ള് കറുപ്പായിരുന്നു കേട്ടോ. വല്ല പുൽപ്പാമ്പായിരിക്കും. പുല്ല് മറ്റേ പൂളേൻ്റെ വടി കൊണ്ടുപോയി കൊടുത്തിട്ട് പിന്നെ വണ്ടി എടുക്കുക. ഓഫ് റോഡ് കയറ്റൊക്കെ കിട്ടും. വായ്സ് സാറി വളയ്ക്കണ്ടേ? മെല്ലെ വാ. പിടിക്കണേ, മെല്ലെ പോയാൽ മതി. ചെറുങ്ങനെ കൊടുത്താൽ മതി. തെന്നണ മണലാ, തെന്നിക്കഴിഞ്ഞാൽ കഴിഞ്ഞ്. അത്രയിൽ പിടിച്ചോ, കുറച്ചിൽ പിടിക്ക്, അല്ലെങ്കിൽ 2 താഴെ കിടക്കും. അതന്നെ എനിക്കൊരു ഇത്. കണ്ട് എനിക്ക് ചിരിക്കാൻ വയ്യായിട്ട് കിട്ടുമോ? വീഡിയോ എടുത്തുകൊണ്ട് ഇവിടുന്ന് കുറച്ച് പിടിച്ചാൽ മതിയേ. അവരുടെ അടുത്ത് വരയെ കൂടെ എടുക്ക്. പുതിയ വരണ്ട കയ്യൊക്കെ കൂടെ എടുക്ക്. ഓഫ് റോഡ് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. സെൻറ്റർ കൂടെ തന്നെ എടുത്തോ. ആരെയും പഠിക്കണം, വണ്ടി എന്നാലല്ലേ. വണ്ടി എന്നാ സൈഡ് എടുത്താൽ മതി. വളവാണ്, ബ്രേക്ക് ഇടിയറാ. അല്ലെങ്കിലേ ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയാ. ഒന്നും കൂടി അടിച്ചോ, അവിടെ നിന്നടി. അതന്നെ കളി. ആരിത്, ആളെ വലിയൊരു പുള്ളിയാണല്ലോ. ആളെ ഇവൻ്റെ അവിടെ പോയി കഴിഞ്ഞാലാണ് ആ മലയെ പോകടാ. പോയാലോ ഒരു ദിവസം. നമ്മൾ വണ്ടി കൂടെ ഒക്കെ ഇറങ്ങി വന്നിട്ടേ ഇപ്പോൾ കഞ്ഞി കൊണ്ടേ കൊടുക്കാൻ മുണ്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു അങ്ങനെ പിടിച്ച് വെച്ചിട്ടുണ്ട്. കഞ്ഞി അവൻ്റെ എൻ്റെ പ്ലേറ്റും. വണ്ടിയിലോ? നീ കണ്ടിക്കോ? നടക്കണോ? ഇത് പിടി, ഞാൻ പൈസ എടുക്കാം. നമ്മളെടുക്കാൻ പോന്നിട്ടാ. ഇതിനത്ര 10-20 കിലോ ഉണ്ടാവും. 20 പോരല്ലേ? എനിക്കുണ്ടോ? അതല്ല, കഞ്ഞിയല്ലേ.
നടന്നോ നമ്മളെത്തിച്ച് അവിടുന്ന് നിനക്ക് നീ കൊണ്ടുപോയി കൊടുത്തായി ഞാൻ അങ്ങോട്ട് കൊണ്ടു തരാം. അല്ല വേണ്ട, ഞാൻ കൊണ്ടു തരും, നീ കൊണ്ടുപോയി കൊടുത്തായി. ആ അതത്രേ ഉള്ളൂ, ഞാൻ കൊണ്ടുവരും. അതൊക്കെ അതെന്ത് മലയാ അവിടെ ഉണ്ട പോലെ പൊന്തി കിടക്കുന്നു? അയ്യോ ഞാൻ വിചാരിച്ച് നമ്മളെ കഞ്ഞിയും കൊടുത്തിട്ട് വന്നു. എൻ്റെ സ്കൂട്ടി ഇവിടെ വെച്ചാൽ സ്കൂട്ടി ഇത് കൂടെ കഞ്ഞിയും കൊണ്ട് കൊടുക്കാൻ പറ്റാത്ത, അല്ല സ്കൂട്ടിയും കൊണ്ട് ഇത് കൂടെ വരാൻ പറ്റാത്ത, അല്ല എന്താ കഞ്ഞിയും കൊണ്ട് സ്കൂട്ടിയും കൊണ്ട് ഇത് കൂടെ വരാൻ പറ്റൂല കേട്ടോ. ഫുള്ള് കട്ടർ മറ്റേ ചളി ഇതൊക്കെ കൊണ്ട് നിരങ്ങണത് കൊണ്ട് ഞാൻ നേരത്തെ ഒരു വട്ടം നിരങ്ങി. അപ്പോൾ ഇറക്കാൻ കൊണ്ട് കുറച്ച് ടാസ്കായും കൊണ്ട് സ്കൂട്ടി അവിടെ വെച്ച് ചാവി കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഇനി കഞ്ഞി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിൽ പോവാ, നാളെ വണ്ടി കിട്ടുമോ? അതും സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞിട്ട് നേരെ വന്നിട്ടുണ്ട്. സ്കൂട്ടിയിൽ വന്നിട്ടില്ല, ഞങ്ങൾ നടന്ന് വന്ന്. സ്കൂട്ടിയിൽ വരാൻ പറ്റിയില്ല, അവിടെ വണ്ടി ചപ്പോട്ടേൻ്റെ അവിടെ നിർത്തി വെച്ചിട്ട് ഞങ്ങൾ നടന്നു പോയി. ചപ്പോട്ട വരെ നടന്നു പോയി. പിന്നെ അവിടുന്ന് സ്കൂട്ടിയിൽ ചപ്പോട്ട വരെ നടന്നു പോയി. നല്ല ചപ്പോട്ട വരെ സ്കൂട്ടിയിൽ പോയി. ഞാൻ അവിടെ നിന്നാണ് നടന്ന് അങ്ങനെ പോയി വന്ന് തിരിച്ച് വന്നിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയത് കൊണ്ട് എന്താ അറിയില്ല, ഞങ്ങൾക്ക് രണ്ടൊക്കെ ഫുള്ള് 8-ൻ്റെ പണിയാട്ടോ ഇന്ന് കിട്ടിയത്. തണുപ്പ് മഴയത്ത് ഈ ചളിക്കൂടെ ഈ സാധനം അതവിടെ വീണില്ലല്ലോ. വീണോ? ഞാൻ മറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സാധനത്തിൽ കൂടെ ഇങ്ങനെ പിന്നെയും മഴയിൽ പോയിട്ട് ഈ സാധനങ്ങളൊക്കെ അവിടെ കൊടുക്കാണ്ട് മഴയത്ത് അങ്ങോട്ട് കുറേ ടീം അങ്ങോട്ട് പോയിക്കും. കാറിലെ സംഭവം വന്നത് ഇപ്പം ഇങ്ങോട്ട് കാറ് വരാത്തോണ്ട് ഞങ്ങൾ കണ്ടാൽ ഈ രണ്ട് സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് ചളിക്കോടെ എങ്ങനെ പോയത്. നേരത്തെ സ്കൂട്ടിയിൽ ഞാൻ ഇപ്പൊ രണ്ടാളും കൂടി പോയതിന് അയ്യോ അജ്ജാതി വൈക്കലാണ്. അതാ വരുന്നത് ടീമൊക്കെ അവിടെ ഈ പ്ലാസ്റ്റിക് ഓടിക്കോ സാധനമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് മഴയായിട്ട് നനഞ്ഞിട്ട് ഇനി സ്കൂട്ടിയിൽ നേരെ വീട്ടിൽ പോവാം. അല്ല അവർക്ക് സ്കൂട്ടി കൊണ്ടാ നമുക്കിന്ന് ഫുള്ള് വണ്ടിയാണ് ഗൈസ്. അതിന്റെ ഉള്ളിലേക്ക് വണ്ടി ഇറക്കണ്ട, നമ്മള് ഫുള്ള് വണ്ടിയിൽ കറങ്ങാണ് ഗൈസ്. നല്ല തണുപ്പുണ്ട് ഗൈസ്. അല്ലേ നല്ല തണുപ്പുണ്ട്. പോയിട്ടായിരുന്നു കയറ്റത്തൊക്കെ പോവാം. സൊസൈറ്റിക്ക് പാൽ കൊടുക്കാൻ മൊത്തം ഇന്നുണ്ടല്ലോ ഫുള്ള് വണ്ടി തന്നെ. അവിടെ കൊണ്ടുവരാനും പിന്നെ അതിൻ്റെ ഓഫ് റോഡും മറ്റേ മറിച്ചൊക്കെ ആയിട്ട് ഫുള്ള് വണ്ടി. ഇപ്പോൾ എണ്ണ ഉണ്ടോയെന്നോ ഉറപ്പില്ല. പൊക്കി പിടിക്കാല്ലേ? പൊക്കി പറ്റി ചെയ്യണ്ട. ഉണ്ടല്ലോ കിടിലൻ സ്പോട്ടിലല്ല വണ്ടി കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് ഒരു വീഡിയോ എടുക്കാൻ കഴിയുന്ന നൈസ് ഒരു ഇതായിരിക്കും കേട്ടോ. അത് ചെമ്പ്രമല,
അത് മണിക്കൊന്നുമല്ല. ഞാൻ പിന്നെ വേറെ ഏതോ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചപ്പ മണിക്കൊന്നുമല്ല. ചായച്ചെടി നമ്മളെ ഭാഗത്തൊക്കെ കാപ്പി ചെടി, നമ്മളെ ഭാഗത്ത് ഇതേപോലെ ഫുള്ള് കാപ്പി ആയിരിക്കും. ഇവിടെ മൊത്തം ചായ. ചോറ് കഴിച്ചിട്ട് ഇറങ്ങിയ പാല് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി സൊസൈറ്റിയിലേക്ക്. ഇന്ന് ഫുള്ള് കുറച്ച് അത്യാവശ്യം ടൈമും സ്ക്യൂട്ടി തന്നെയായിരുന്നു. അതിൽ കൂടെ കറങ്ങി അടിച്ച് ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫുള്ള് സ്ക്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്ര ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്തുള്ള നാളെ കാണാം. ടാറ്റാ ബൈ ബൈ, സി യു.